ഇന്ത്യയിൽ കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള ഒരു പരമ്പരാഗത വിഭവമാണ് ഉഴുന്നുവട അല്ലെങ്കിൽ മേഡുവട. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്നാക്ക് റെസിപ്പിയായ ഉഴുന്നുവടയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഉഴുന്ന് അല്പനേരം കുതിർത്ത് അരച്ചെടുത്ത് ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ ഉഴുന്നുവട റെഡിയായി. അപ്പോൾ നമുക്ക് ഉഴുന്നുവട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഉഴുന്നുവട തയ്യാറാക്കുന്നതിനായി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഉഴുന്ന് നന്നായി കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഞാനിവിടെ 1 കപ്പ് അളവിൽ ഉഴുന്ന് ഏകദേശം 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് അരച്ചെടുക്കണം. മിക്സിയുടെ വലിയ ജാറിൽ അല്പാൽപമായി ഇട്ട് ഫ്രീക്വൻ്റായി ഇളക്കി കൊടുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചെറു തരികളോടുകൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുത്ത സവാള, എരിവിന് ആവശ്യമായ പച്ചമുളക്, 1 തണ്ട് കറിവേപ്പില, അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഉഴുന്നുവട ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ആവശ്യമായ എണ്ണ ചൂടാക്കുക. എണ്ണ നന്നായി ചൂടായി വരുന്നുണ്ട്. ഇനി വട എങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കൈ അല്പം നനച്ച ശേഷം അല്പം മാവ് കയ്യിലേക്കെടുത്ത് ഒരു ഉരുളയാക്കി ഉരുട്ടിയെടുക്കണം. ഉരുള അല്പം പ്രസ് ചെയ്തതിന് ശേഷം വിരലുപയോഗിച്ച് തുളയിട്ട് കൊടുക്കണം. ഇനി വട എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട്. അല്പനേരം കഴിഞ്ഞ് വട മറിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം. 2 ഭാഗവും ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. വൈകുന്നേരം ചൂട് ചായയോടൊപ്പം ഉഴുന്നുവട അല്പം ചൂടോടുകൂടി തന്നെ ഏതെങ്കിലും ഒരു ചട്നിയോടൊപ്പം സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ റെസിപ്പി ഉഴുന്നുവട ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ലോഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.